കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ ഡൽഹിയിലെ വസതിയിൽ പൊങ്കൽ ആഘോഷങ്ങളിലും പൂജയിലും പങ്കെടുത്ത പ്രധാനമന്ത്രി പൊങ്കൽ എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. मकर संक्रांति, माघ बिहू और अन्य त्योहारों की भी उमंग है. मैं भारत और दुनिया भर में रहने वाले सभी तमिल भाई बहनों को पोंगल की और सभी पर्वों की बहुत बहुत शुभकामनाएं देता हूं. इनिय पोंगल नलवा कड़कतुक्कल वाळगा तमिल वळगा भारतम. एक बार फिर आप सभी को पोंगल की बहुत बहुत बधाई, बहुत बहुत धन्यवाद. वणक्कम. വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ ഡൽഹിയിലെ വസതിയിലാണ് പ്രധാനമന്ത്രി പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. മറ്റെന്തൊക്കെ ചടങ്ങുകളിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്? ഒപ്പം എന്തൊക്കെ നിർണായക കാര്യങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചത്? അശ്വതി, ഭാരതത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം എത്രത്തോളം സൗന്ദര്യമുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന ദിനമാണിന്ന്. വിവിധ മേഖലകളിൽ വിവിധ പേരുകളിലുള്ള ആഘോഷങ്ങൾ രാജ്യം മുഴുവൻ ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അതിൽ പൊങ്കൽ ആഘോഷത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ്റെ വസതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. അവിടെ ആഘോഷ പരിപാടികളിലും പ്രത്യേക പൂജകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. കഴിഞ്ഞ വർഷവും പൊങ്കൽ ദിനത്തിൽ എൽ മുരുകൻ്റെ വസതിയിൽ ആഘോഷ പരിപാടികളിലും പൂജയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുചേർന്നിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. തുടർന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് തന്നെ തമിഴ് സംസ്കാരം അത് മുഴുവൻ ഭാരതത്തിൻ്റെയും പൈതൃകം തന്നെയാണ്. പൊങ്കൽ പോലുള്ള ഉത്സവങ്ങൾ, വിവിധ ഉത്സവങ്ങൾ അത് ഭാരതത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെ ഒപ്പം ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആ വികാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതിൽ വളരെ കൃത്യമായ മറ്റൊരു കാര്യമുള്ളത്, തമിഴ്നാട്ടിൽ നിലവിൽ DMK സർക്കാരും സ്റ്റാലിനും ഉൾപ്പെടെയുള്ളവർ ഒരു പ്രത്യേക പ്രാദേശികവാദം തമിഴ് വികാരം കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങ് രാജ്യതലസ്ഥാനത്ത് നിന്നുകൊണ്ട് വാഴ്ക തമിഴ്നാട് വാഴ്ക ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പൊങ്കൽ ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് രാഷ്ട്രീയപരമായും ഏറെ പ്രാധാന്യമുള്ളതാണ്. തമിഴ് സംസ്കാരം ഭാരതത്തിൻ്റെ മുഴുവൻ പൊതുവായ പൈതൃകമാണെന്നും പൊങ്കൽ പോലുള്ള ഉത്സവങ്ങൾ ഏക ഭാരത് ശ്രേഷ്ഠ ഭാരതിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ് എന്നതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. അശ്വതി.